രാഹുലിന്റെ പേര് അന്ന് തന്നെ ഉമ്മൻചാണ്ടി വെട്ടിയത് ഉൾപ്പെടുത്തിയത് ഷാഫി പറമ്പിൽ വീണ്ടും ചർച്ചയായി മാറുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിലെ പഴയ അതൃപ്തിയും വെട്ടി നിരത്തലും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിൽ അടുത്തിടെ പാർട്ടിയിൽ അരങ്ങേറിയ വെട്ടി നിരത്തലുകൾ ഉൾപ്പെടെയുള്ള സംഭവ പരമ്പരകളെ പരോക്ഷമായി പരാമർശിക്കുന്നത്. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഇപ്പോൾ KPCC അംഗവുമായ JS അഖിൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇതിൽ പ്രധാനം. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനൊപ്പം ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു എന്നാണ് അഖിലിന്റെ പോസ്റ്റ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പ് പ്രതിനിധിയായി ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചത് JS അഖിലിനെയായിരുന്നു. എന്നാൽ അഖിലിനെ മാറ്റി എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ഷാഫി പറമ്പിലിന്റെ നിർബന്ധപ്രകാരമായിരുന്നു. ഈ സംഭവത്തിന് പിന്നിലെ കഥകളാണിപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2023 കാലത്താണ് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട KM അഭിജിത്ത്, JS അഖിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ പേരുകളുമായി അന്ന് ഷാഫി പറമ്പിലും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടിയ പേര് JS അഖിലിന്റേതായിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ഒരു പേരിൽ അദ്ദേഹം മാർക്ക് ചെയ്ത് നൽകിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ പിന്നീട് നടന്ന ചരടുവലികളിൽ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം നടപ്പായില്ല. ഈ വിഷയത്തിൽ അന്ന് തന്നെ പാർട്ടിക്കും ഗ്രൂപ്പിനും ഉള്ളിൽ ഭിന്നതയ്ക്ക് വഴിവെച്ചിരുന്നു എന്നാണ് ചർച്ചകളുടെ ഉള്ളടക്കം. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്ന നിലയിലായിരുന്നു ഷാഫി പറമ്പിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ നിർണായക സമയത്ത് എ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഗണിച്ചെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പതനത്തോടെ ഷാഫി പറമ്പിൽ രാഹുൽ കൂട്ടുകെട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ നടത്തിയ സകല കൊള്ളരുതായ്മകളും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.